ചിപ്പി എസ് ബിന്ന് ഇറങ്ങിയോ? എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയിട്ടാണ് ഇറങ്ങിയത്. അതോ ഇനി എസ് ബിന്ന് അവർ പുറത്താക്കിയോ? ഇപ്പോൾ ചിപ്പി എന്താ ചെയ്യുന്നത്? സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബി ബേ ബി ചിയാൻ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ്. 2022 ഞാൻ +2 പാസ്സായത്. അത് കഴിഞ്ഞിട്ട് നേരെ ഡിഗ്രിക്ക് പോകാതെ ഞാൻ TTC, അതായത് ഇപ്പോൾ നമ്മൾ DLED എന്നാണ് പറയുന്നത്, ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ. അപ്പോൾ ആ ഒരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഴപ്പള്ളിയിലാണ് പോയത്. 2024 SB, അതായത് ജൂൺ ജൂലൈ ആ സമയത്താണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷേ സ്റ്റിൽ ഞങ്ങളുടെ TTCയുടെ ആ ഒരു സെക്കൻഡ് ഇയറിലെ ക്ലാസ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഓഗസ്റ്റിലാണ് ശരിക്കും ഫുൾ ഇത് കഴിയുന്നത്. ആ ഒരു സമയത്താണ് ശരിക്കും SBയിൽ ക്ലാസ് കൂടാൻ പോയി തുടങ്ങിയത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കുമ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് ഡിസ്റ്റന്റ് പഠിച്ചാൽ മതി. എനിക്കറിയത്തില്ലായിരുന്നു 4 വർഷത്തെ ഹോണേഴ്സ് കോഴ്സ് ഇഗ്നോയിൽ അവൈലബിൾ ആണെന്ന്. പിന്നെ ഈ TTC തീരുന്ന തിരക്ക്, അതായത് ഞങ്ങളുടെ ജൂണിലൊക്കെ ലാസ്റ്റ് 45 ഡേയ്സിന് ഇന്റേൺഷിപ്പ് നടക്കുന്ന സമയമാണ്. പിന്നെ കമ്മീഷൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും എനിക്ക് അന്വേഷിക്കാൻ സമയമേ കിട്ടിയിട്ടില്ല. പിന്നെ വർഷം പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് SBയിൽ കൊണ്ട് അപ്ലൈ ചെയ്തത്. പിന്നെ ഫസ്റ്റ് ഇയർ സെം എക്സാം ഒക്കെ കഴിഞ്ഞു. നല്ല മാർക്ക് ഉണ്ടായിരുന്നു, തോറ്റിട്ടൊന്നുമില്ല. സെം എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ 24 ഡിസംബറിലെ ക്രിസ്മസ് അവധിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പം എനിക്കൊരു വീട്ടിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം നമ്മുടെ പേരൻസിന്റെ കൂടെ നമ്മൾ വേണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യമില്ല. അതായത് നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുമ്പോൾ അവരുടെ കൂടെ നമ്മൾ നിൽക്കണം എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ. അതായത് അല്ലെങ്കിൽ വലിയ മാരക പ്രശ്നം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്കെന്തോ ഇവിടെ ഞാൻ വേണമെന്ന് തോന്നി. കാരണം ഒരു ചെറിയ ഹെൽപ്പിനാണെങ്കിലും കാര്യങ്ങൾ സഹായിക്കാനാണെങ്കിൽ പോലും. കാരണം ഒത്തിരി ഓടുന്നുണ്ട് രണ്ടുപേരും. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്ത്. കാരണം നമ്മൾ ചേച്ചി ഓൾറെഡി നഴ്സിംഗ് ആ സമയത്ത് പുറത്ത് ഡൽഹിയിലായിരുന്നു. പിന്നെ അവൾ ചെറുതല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനെ ഇത്തിരി അവരെ സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എനിക്കിങ്ങനെ നിൽക്കാനും പറ്റണം, എൻ്റെ പഠിപ്പും പോകാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് ഞാനിങ്ങനെ ഓർത്തപ്പോൾ പെട്ടെന്ന് ജസ്റ്റ് ഞാൻ നോക്കിയതാണ് ഇഗ്നോടെ എന്തെങ്കിലും അഡ്മിഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ഞാൻ ആ ഒരു സമയത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടത് ജനുവരി ഇഗ്നോ ഹോണേഴ്സ് ഉണ്ട്, അഡ്മിഷൻ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം ഞാൻ അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എനിക്കിപ്പം ഞാൻ എന്തുകൊണ്ടാണത് നോക്കാഞ്ഞ് നോക്കിയുള്ള കാര്യം. പിന്നെ ഞാൻ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് റിസർച്ചായി. അങ്ങനെ ആ ഒരു ഡിസംബർ അവധിക്ക് വന്ന സമയത്ത് ഞാൻ ഡിസിഷൻ എടുത്തു, ഓക്കെ ഐ ഷുഡ് ഡ്രോപ്പ് ദി കോഴ്സ്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴും എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി DLED കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ കേറ്റഡ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാലും കുറച്ചെങ്കിലും സേഫ് ആണെന്നുള്ളൊരു ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്താ വരുന്നത് നോക്കാം, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിലെല്ലാ കാര്യവും പറഞ്ഞു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ കോളേജിൽ ചെന്നു. കോളേജിലാണ് ഞാൻ കാര്യം പറഞ്ഞത്. അപ്പം ആദ്യം കുറച്ച് ഒബ്വിയസ്ലി ഒരു കുട്ടി ഇങ്ങനെ പോകാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അവരാദ്യം സമ്മതിക്കില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് മനസ്സിലായി. സ്റ്റിൽ SB എനിക്കൊരു നഷ്ടം തന്നെയാണ്. ബട്ട് ചില നഷ്ടങ്ങളൊക്കെ നല്ലതിനാണെന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും എനിക്ക് SBയിൽ ഇനി പോകാൻ പറ്റുമായിരിക്കും, വെദർ PG അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. ബട്ട് ആ ഡിസിഷൻ നല്ലതായിരുന്നു ഗൈസ്. സ്റ്റിൽ ഞാൻ പറയുന്നു, ഞാൻ ഈ ഡിസിഷൻ എടുത്തതിൽ കോളേജിനോ മാനേജ്മെന്റിനോ വീട്ടുകാർക്കോ ഒന്നും ഒരു പങ്കില്ല. ഇറ്റ് വാസ് ഓൾ മൈ ഡിസിഷൻ ആൻഡ് ദേ ഓൾ ജസ്റ്റ് സ്റ്റുഡ് വിത്ത് മീ. എന്നുവെച്ചാൽ അവരെന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു. കോളേജിൽ സമ്മതിച്ചു, വീട്ടിൽ സമ്മതിച്ചു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്തോ ഐ എം ലിവിങ് മൈ ഡ്രീം ലൈഫ് എന്നൊക്കെ വേണം പറയാൻ. കാരണം എനിക്കിപ്പം പാരലായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. TTC ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, കേറ്ററ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സ്കൂളുകളിൽ വിളിക്കുമ്പോൾ അവിടെ പോയി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ആദ്യത്തെ വീഡിയോ ഇട്ടിരുന്നു, ആദ്യത്തെ സാലറി എനിക്ക് മേടിക്കാൻ പറ്റി. പിന്നെ എൻ്റെ പാഷൻ, അതായത് വീഡിയോ ക്രിയേറ്റിംഗ്, വ്ളോഗിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മ്യൂസിക്, പിന്നെ ട്രാവലിംഗ്, കുക്കിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പം ഭയങ്കര ഒരു പ്രൗഡ്, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് മാർക്ക് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ SBന്ന് പുറത്താക്കിയത് കൊണ്ടോ ഒന്നുമല്ല, ഇതായിരുന്നു ആ റീസൺ. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. സോ കമ്മിങ് ടു ദ പോയിന്റ്, ഇഗ്നോ എന്താണ്? ഇഗ്നോ എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. This was a major Indian public university which was established by an Act of Parliament in 1985 to provide higher education through distance learning. Degree, PG, diploma, doctorate programs അങ്ങനെ ഒരുപാട് കോഴ്സസ് ഈ ഒരു ഇഗ്നോയിൽ അവൈലബിൾ ആണ്. ആർക്കൊക്കെയാണ് ഇത് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ, ജോലി ചെയ്ത് പഠിക്കുന്നവർ, അല്ലെങ്കിൽ മാരീഡ് ആയിട്ട് വീണ്ടും പഠിക്കാൻ, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് പോയി പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത ആളുകൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഇഗ്നോ എന്ന് പറയുന്നത്. ഇഗ്നോയുടെ കോഴ്സസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാൽ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗൂഗിളിൽ ജസ്റ്റ് ഇഗ്നോ ഒഫീഷ്യൽ സൈറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ആദ്യം വരുന്ന ലിങ്കിൽ തൊട്ടിട്ട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കത് ഞാൻ റിസർച്ച് ചെയ്ത സമയത്താണെങ്കിൽ പോലും അതിനകത്താണ് ഇനി ഓരോ നോക്കി കണ്ടുപിടിച്ചത്. ഇഗ്നോ എന്ന് പറഞ്ഞാൽ തന്നെ ഗൈസ് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. നമുക്ക് ആരും ഇപ്പോൾ ഈ ഒരു അഡ്മിഷൻ തുടങ്ങുന്നു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാറായി, അസൈൻമെന്റിന് വരാറായി, എക്സാം വരാറായി എന്നൊന്നും ആരും നമ്മളോട് പറയത്തില്ല. എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇവൻ നമ്മൾ ചേരുന്ന സമയത്ത് മെയിലിൽ നമുക്ക് ഗ്രൂപ്പുകളൊക്കെ വന്നെങ്കിൽ പോലും അതിനകത്തൊക്കെ ഓൾറെഡി ഹിന്ദി ആ ഒരു ലാംഗ്വേജ് ആയിരിക്കും വരുന്നത്. കാരണം ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ തന്നെ സ്വയം എല്ലാം കണ്ടെത്തി ചെയ്യാന്നുള്ളൊരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത് ശരിക്കും മെയിനായിട്ട്. നമ്മുടെ കേരളത്തിൽ ഒരു റീജിയണൽ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇഗ്നോടെ കൊച്ചി, ട്രിവാൻഡ്രം അങ്ങനെ ഏരിയയിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ കോട്ടയം, പിന്നെ ഞാൻ എക്സാം എഴുതിയത് DB പമ്പ കോളേജ്, പത്തനംതിട്ട, അങ്ങനെ ആ ഒരു ഏരിയ ഒക്കെയാണ് വരുന്നത് സ്റ്റഡി സെന്റർ ആയിട്ട്. അതായത് റീജിയണൽ സെന്റർ കൊച്ചിൻ്റെ അണ്ടറിലാണ് ഈ കോട്ടയത്തെയും ഈ സെന്ററുകളൊക്കെ വരുന്നത്, സ്റ്റഡി സെന്ററുകൾ. നിങ്ങൾക്ക് സൈറ്റിലൂടെ അല്ലാതെ നമ്മൾ ഏകദേശം ഒക്കെ ഒന്ന് ധാരണയായി കഴിയുമ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കോട്ടയത്തുള്ള സെന്ററിൽ പോയിട്ട് അന്വേഷിക്കുകയാണ്
നോക്കിയാണ് ചെയ്തത്. അതായത് കോട്ടയത്തെ സെന്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ CMS കോളേജ് കോട്ടയം ഉണ്ടല്ലോ, CMS കോളേജിന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് കോളേജിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറെ ചെറിയ ചെറിയ ബിൽഡിംഗ്സ് ഉള്ള അതിനകത്തെ ഒരു ബിൽഡിംഗ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ഓഫീസാണ്. ഒരു ബ്ലാക്ക് ചില്ലൊക്കെ ഇട്ടൊരു ഓഫീസാണ്. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അങ്ങനെ ഞാൻ ഇഗ്നോയുടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഓഫീസിലാണ് ചെന്നത്, CMS കോളേജിന് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവരാണ് പറഞ്ഞത് അഡ്മിഷൻ ആണോ, ഓക്കെ എങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വിട്ട് പിന്നെ പോയ അന്ന് തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. കാരണം അവർ ഇങ്ങനെ അഡ്മിഷൻ പറഞ്ഞു, ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഇൻ കേസ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട വരുമല്ലോ എന്ന് ഓർത്ത് ഇവിടുന്ന് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടാണ് പോയത്. 10+2 ആധാർ അങ്ങനത്തെ നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടാണ് പോയത്. ഹെൽപ്പ് ഡെസ്കിൽ അവിടെ ഒരു ചേച്ചിയുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഹെൽപ്പ് ഡെസ്കിൽ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയാണ് അഡ്മിഷൻ എടുത്തതും അത് കഴിഞ്ഞുള്ള ശരിക്കും ഞാൻ റിസർച്ച് ചെയ്തല്ലാതെ കുറച്ചുകൂടെ കുറേ കാര്യങ്ങൾ എനിക്ക് ചേച്ചി ചെയ്താൽ അറിയാൻ പറ്റിയത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളായിട്ട് സ്വന്തം ഒരു റിസർച്ച് ഒക്കെ നടത്തുക അതിനെക്കുറിച്ച്. പിന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റഡി സെന്ററിലോ റീജിയണൽ സെന്ററിലോ പോയിട്ട് അന്വേഷിക്കുക. അന്നേരം ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. പിന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നത്. നമുക്കൊരു കുറച്ച് കൺഫർമേഷൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ എടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കൺഫർമേഷൻ മെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെന്ററിൽ ചെല്ലുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സെന്ററിൽ നിന്ന് പറഞ്ഞു തന്നോളും. ഓക്കെ, ഇനി എൻ്റെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഇയർ ഡിഗ്രിയാണ്, ഇംഗ്ലീഷ് ഹോണേഴ്സ് ആണ് ഞാൻ പഠിക്കുന്നത്. 4 ഇയർ ഡിഗ്രി കോഴ്സാണ്. ഇയർ വൈസ് ആയിട്ട് അല്ലെങ്കിൽ സെം വൈസ് ആയിട്ട് എക്സാം എഴുതാം. അതായത് 4 വർഷം, അതായത് ഓരോ വർഷവും നമുക്ക് എക്സാം എഴുതാം. അല്ലെങ്കിൽ ഓരോ സെമ്മിലും നമുക്ക്, അതായത് 8 സെമ്മാക്കി നമുക്ക് എക്സാം എഴുതാം. ഞാൻ ഇയർ വൈസ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ബാച്ചായിട്ടാണ് ഇതിൻ്റെ സൈക്കിൾ പോകുന്നത്. ജനുവരി ഉണ്ട്, ഓൾസോ ജൂലൈ ഉണ്ട്. ജനുവരി ബാച്ചാണെങ്കിൽ ഞാൻ ജനുവരി 2025 ചേർന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബാച്ചാണ്. ഞാൻ ജനുവരി 2025 ചേർന്നുകൊണ്ട് അസൈൻമെന്റ് എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തായിരുന്നു. ഓൾസോ എക്സാം നടന്നത് ഡിസംബറിലാണ്. ജനുവരി ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും അസൈൻമെന്റ് വരുന്നത് സെപ്റ്റംബറോ ഒക്ടോബറോ ആ ഒരു ടൈമിലും, എക്സാം വരുന്നത് എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്ത ഒരു പക്ക ഒരു വർഷം, അതായത് ജനുവരി ആണെങ്കിൽ ഡിസംബറിൽ നമുക്ക് ഒരു ലാസ്റ്റ് ടേം ആൻഡ് ഇവാലുവേഷൻ കാണും ഡിസംബറിൽ. ജൂലൈ ആണെങ്കിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് എക്സാം കാണും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു 2 മാസം മുമ്പ് അസൈൻമെന്റ് സബ്മിഷൻ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ പോകുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെറ്റീരിയൽസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതായത് നമുക്ക് പോസ്റ്റിൽ നമുക്ക് ടെക്സ്റ്റ് ഒക്കെ നമുക്ക് എത്തും. അപ്പോൾ അതും കൂടെ ചേർത്താണ് നമ്മൾ പൈസ അടയ്ക്കുന്നത്. പൈസ ഞാൻ പറയട്ടെ, എല്ലാം കൂടെ കൂട്ടിയിട്ട്, അതായത് ഞാൻ രജിസ്റ്റർ ചെയ്തത് ബുക്കിന്റെ പൈസ, അസൈൻമെന്റിന് മേടിച്ച പേപ്പറിന്റെ പൈസ, പിന്നെ ബുക്ക് എക്സാം എഴുതാൻ പോയത്, അതായത് പെട്രോൾ അടിച്ചത് ഉൾപ്പെടെ എല്ലാം കൂടെ ഒരു വർഷം എനിക്ക് 10,000 രൂപയിൽ കുറവേ ആയിട്ടുള്ളൂ. അതായത് 10,000 റുപ്പീസ് പെർ ഇയർ, 10,000 കുറവേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോ കോഴ്സ് വെച്ചിട്ടാണ് ഇഗ്നോയുടെ പൈസ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഡിഗ്രി ആയതുകൊണ്ടും ലാബും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല, നമ്മൾ BA ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള പൈസയാണ്. അപ്പോൾ ഓരോ കോഴ്സ് അനുസരിച്ച് പൈസ മാറിക്കൊണ്ടിരിക്കും. ഞാനെടുത്ത ഒരു ഇംഗ്ലീഷ് ഹോണേഴ്സ് ആ ഒരു ഡിഗ്രിക്ക് ഒരു വർഷം എങ്ങനെ പോയാലും 10,000 കുറവേ ആവുന്നുള്ളൂ. ജനുവരി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഒരു ജൂൺ അതിന് മുമ്പ് തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും, ഇപ്പോൾ 8 സബ്ജക്റ്റ് എനിക്കുള്ളത് ഒരു വർഷം. അപ്പോൾ അതിൻ്റെ തന്നെ എല്ലാ ടെക്സ്റ്റും എനിക്കൊരു ജൂൺ ജൂലൈക്ക് മുമ്പ് തന്നെ എല്ലാം പോസ്റ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് എല്ലാവർക്കും വരുന്നത്. എനിക്ക് പല പ്രാവശ്യങ്ങളായിട്ടാണ് വന്നത്. 8 ടെക്സ്റ്റ് നമുക്ക് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ വരും, അവർ നമുക്ക് അതുകൊണ്ട് എത്തിച്ചു തരും. അങ്ങനെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് നമ്മൾ 1-2 മാസമെങ്കിലും വേണം എഴുതാൻ. കാരണം ഒരുപാട് 100 മാർക്കിനൊക്കെ അസൈൻമെന്റ് നമുക്ക് എഴുതേണ്ടത്. അതായത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുവാണ്, അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. പക്ഷേ അത് കുറച്ച് നമ്മൾ തന്നെ എഴുതേണ്ടത്, നമ്മൾ കൈകൊണ്ട് തന്നെ എഴുതേണ്ടത്. പ്രിന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. നമ്മൾ തന്നെ റെഫർ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ എഴുതണം. അത്യാവശ്യം നല്ല കുറച്ച് കട്ടിയാണ് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട്. സെപ്റ്റംബറിലായിരുന്നു എൻ്റെ അസൈൻമെന്റ് സബ്മിഷൻ, സെപ്റ്റംബർ ലാസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണെന്നായിരിക്കും അടുത്ത ഡൗട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്നുമില്ല, നമുക്ക് ടെക്സ്റ്റ് കിട്ടുമല്ലോ. പോസ്റ്റിൽ നമുക്ക് ടെക്സ്റ്റ് വരുന്നത് ഓരോ കോഴ്സിനും, അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാം, അതായത് ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് 4 ഇയർ ആ ഒരു ഹോണേഴ്സിന്റെ പ്രോഗ്രാം. അപ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന അനുസരിച്ച് നമുക്ക് 8 കോഴ്സുകളുണ്ടല്ലോ. എനിക്ക് 8 കോഴ്സാണ് ഒരു വർഷമുള്ളത്. അപ്പോൾ ഓരോ കോഴ്സിനും ഓരോ കോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ആ കോഡ് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു കറണ്ട് വർഷത്തെ, അതായത് ഇപ്പോൾ 2025 2025 അല്ലെങ്കിൽ 2026 ഏതാണോ കറണ്ട് ആയിട്ടുള്ള അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി കൺഫർമേഷൻ മെയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ നമുക്ക് മെയിലിൽ വരും. അങ്ങനെ നമുക്ക് കയറാവുന്നതാണ്. അല്ലാതെ വേറെ ഒരു ലിങ്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിലിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഗ്രൂപ്പുകളിൽ മാത്രം നമ്മൾ കയറുക. ഒരുപാട് വേറെ നമ്പേഴ്സിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജ് വരാം, നിങ്ങൾ അസൈൻമെന്റ് എഴുതി തരാം, അസൈൻമെന്റ് ചെയ്തു തരാം, അസൈൻമെന്റ് ഇങ്ങനെയാണ്, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നോക്കാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. പക്ഷേ എപ്പോഴും നമ്മൾ തന്നെ എഴുതുന്നതും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് എക്സാമിനും ഭയങ്കര യൂസ്ഫുൾ ആവുക ഒരു കാര്യം നമ്മൾ തന്നെ ചെയ്യുന്നത്. അസൈൻമെന്റ് എല്ലാ പേപ്പറും എഴുതി കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ എല്ലാം ഫ്രണ്ട് പേജ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആ ഗ്രൂപ്പിൽ അവർ വീഡിയോ ഇട്ട് തരും, എങ്ങനെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതിന്റെ ഓർഡർ എങ്ങനെയാണെന്നൊക്കെ. നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് എക്സാം അസൈൻമെന്റ് നമ്മൾ കൊണ്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ, ഞാൻ കോട്ടയത്ത് സബ്മിറ്റ് ചെയ്ത CMS കോളേജിൽ എൻ്റെ സ്റ്റഡി സെന്റർ അതാണ്. ആൻഡ് അവിടെ കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മളിതെല്ലാം സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു റെസിപ്റ്റ് പോലൊരു സാധനം നമുക്ക് കിട്ടും. അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാം. കാരണം ഇൻ കേസ് നമ്മുടെ മാർക്ക് എന്തെങ്കിലും അപ്ലോഡ് ആയില്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു തെളിവാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഒരു ഒപ്പിട്ട് നമുക്ക് തരും. അപ്പോൾ ആ സാധനം നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. അസൈൻമെന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം വരുന്നതാണ്. ഇപ്പോൾ ജനുവരി ആണെങ്കിൽ ഡിസംബറിലായിരിക്കും എക്സാം. നമ്മൾ അസൈൻമെന്റ് എനിക്ക് തോന്നുന്നു ഒക്ടോബർ ആ ഒരു സമയത്ത് തന്നെ ഇതിന്റെ എക്സാമിന്റെ രജിസ്ട്രേഷൻ വരും. നമ്മൾ
കോഴ്സിന് അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്യുന്ന അല്ലാതെ എക്സാമിന് നമുക്ക് വേറെ രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ഫീ ഉൾപ്പെടെയാണ് ഞാൻ 10,000 എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റും കാര്യങ്ങളും കിട്ടും. പിന്നെ നമ്മൾ ഡിസംബറിൽ അതിന്റെ ഡേറ്റ് അനുസരിച്ച് എക്സാം എഴുതുക. വീണ്ടും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അതായത് ഈ ഒരു സൈക്കിളാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രേഷൻ, അസൈൻമെന്റ്, എക്സാമിന്റെ രജിസ്ട്രേഷൻ, എക്സാം എഴുതുക, വീണ്ടും അടുത്ത ഇയറിലോട്ടുള്ള രജിസ്ട്രേഷൻ. അങ്ങനെയാണ് ഇതിന്റെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കൺഫർമേഷൻ മെയിൽ കിട്ടുന്ന സമയത്ത് തന്നെ നമുക്കൊരു സ്റ്റുഡന്റ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിൽ ചെന്നാൽ അവർ ചെയ്തു തരും. എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ പറഞ്ഞു തന്നുള്ളൂ, പേടിക്കാനൊന്നുമില്ല. നമുക്ക് നേരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ നമ്മുടെ സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഹെൽപ്പ് ഡെസ്കിൽ പോയി അന്വേഷിക്കുക. അത്രമാത്രം നമ്മൾ ചെയ്യുള്ളൂ. നമ്മളുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഐ ഡി. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയും പിന്നെ ഇതിന്റെ വെബ്സൈറ്റും നമ്മുടെ പോർട്ടലും ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം ഇതിന്റെ എല്ലാ നോട്ടിഫിക്കേഷനെ കുറിച്ച്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഇഗ്നോയ്ക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഇഗ്നോയെ കുറിച്ച് അറിയുന്നതിനൊരു അൾട്ടിമേറ്റ് സോഴ്സ് ഒന്നും അല്ല ഞാൻ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് കറന്റ് ഞാനിപ്പം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ ഇങ്ങനെ സെക്കൻഡ് ഇയറിലെ ബുക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു എക്സാം കഴിഞ്ഞു, ഇനി റിസൾട്ട് ഉടനെ തന്നെ കാണും. പിന്നെ അസൈൻമെന്റ് അടുത്ത സെപ്റ്റംബറിലൊക്കെ തന്നെ ആയിരിക്കും അതിന്റെ ഡേറ്റ് വരുന്നത്. അതല്ലാതെ പഠിത്തം, ചെറിയ ചെറിയ ജോലി, ഈ പറഞ്ഞ വീഡിയോ ക്രിയേഷൻ, നമ്മുടെ കോണ്ടന്റ് ക്രിയേഷൻ, ബ്ലോഗിങ്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു ഡ്രീം ലൈഫ് എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. സോ എല്ലാ ഡൗട്ടും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.